സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 18 ചൊവ്വ. ചോദ്യപേപ്പറുകളിലെ ഗുരുതര പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് UGC നെറ്റ് ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പരീക്ഷകൾ വീണ്ടും നടത്താൻ ദേശീയ പരീക്ഷാ ഏജൻസി തീരുമാനിച്ചിരിക്കുന്നു. ജൂണിൽ നടത്തിയ പരീക്ഷകളിലെ ചോദ്യപേപ്പറുകളിലാണ് അക്ഷരത്തെറ്റുകൾ, തെറ്റായ വിവർത്തനങ്ങൾ, ചോദ്യ രൂപവൽക്കരണത്തിലെ പിഴവുകളും വസ്തുതാപരമായ തെറ്റുകളും അടക്കം കണ്ടെത്തിയത്. 3 വിഷയങ്ങളിലെയും പരീക്ഷകളെക്കുറിച്ച് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് NTA പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു. സമിതിയുടെ പരിശോധനയിലാണ് പ്രമുഖ പണ്ഡിതരുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ വ്യക്തമല്ലാത്തത്. ചോദ്യങ്ങളുടെ വാചകഘടനയിലും വിവർത്തനത്തിലും തെറ്റുകൾ വന്നിട്ടുമുണ്ട്. നിലവാരമില്ലാത്ത സാങ്കേതിക പദങ്ങളാണ് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ആവർത്തിച്ചതായും സമിതി കണ്ടു. NTA പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്ന് ഏതാനും വർഷങ്ങളിലെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 2024 നീറ്റ് UG പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച, അസാധാരണ മാർക്ക് വിതരണം, ഗ്രേസ് മാർക്ക് വിവാദം എന്നിവ വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചപ്പോൾ അതേ വർഷം UGC നെറ്റ് പരീക്ഷയും ചോദ്യപേപ്പറിന്റെ വിശ്വാസ്യതയിൽ സംശയം ഉയർന്നതിനെ തുടർന്ന് പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്നു. CUET പോലുള്ള പരീക്ഷകളിൽ സാങ്കേതിക തകരാറുകളും പരീക്ഷാ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകളും പരീക്ഷ വൈകലും വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കി. JEE മെയിൻ, CSIR, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷകളിലും സാങ്കേതിക ഭരണപരമായ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇപ്പോഴിതാ UGC നെറ്റ് ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി ചോദ്യപേപ്പറുകളിലെ വീഴ്ച മൂലം വീണ്ടും പരീക്ഷ നടത്തേണ്ടി വന്നിരിക്കുന്നു. ഓരോ തവണയും ഈ വീഴ്ചകളുടെ വില നൽകേണ്ടി വരുന്നത് പരീക്ഷാർത്ഥികളാണ്. അവരുടെ സമയവും പണവും അധ്വാനവും മാനസിക സമ്മർദ്ദവും തിരിച്ചു നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം ഏതാനും ഉദ്യോഗസ്ഥരുടെ പിഴവിൽ ഒതുങ്ങുന്നതല്ലെന്നും രാജ്യത്തെ പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഘടനാപരമായ പ്രതിസന്ധിയാണെന്നും അംഗീകരിക്കേണ്ട സമയമാണിത്. ചോദ്യപേപ്പറുകളിലെ അക്ഷരത്തെറ്റുകളും തെറ്റായ വിവർത്തനങ്ങളും ചോദ്യങ്ങളുടെ രൂപവൽക്കരണത്തിലെ അപാകതകളും വസ്തുതാപരമായ പിഴവുകളും മാത്രമല്ല ഇവിടെ പ്രശ്നം. ഇത്തരം ഗുരുതര വീഴ്ചകൾ സംഭവിക്കാൻ ഇടയാക്കിയ സംവിധാനത്തെയും അതിന് ഉത്തരവാദികളായവരെയും ചോദ്യം ചെയ്യേണ്ട സമയമാണിത്. തെറ്റ് NTA അതിൻ്റെ വില നൽകേണ്ടി വരുന്നത് വിദ്യാർത്ഥികളാണ്. ജൂണിൽ പരീക്ഷ എഴുതിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ മാസങ്ങളോളം നടത്തിയ തയ്യാറെടുപ്പിനും പഠനത്തിനും ശേഷം വീണ്ടും അതേ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും യാത്ര ചെയ്യണം, വീണ്ടും പണം ചെലവഴിക്കണം. ജോലി, പഠനം, കുടുംബ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ എല്ലാം മനസംഘർഷം എന്നിവയ്ക്കിടയിൽ വീണ്ടും പരീക്ഷയ്ക്ക് സമയം കണ്ടെത്തണം. പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ച ഒരു ഭരണപരമായ പിഴവായി മാത്രം കാണാനാകാത്തത് ഇതുകൊണ്ടാണ്. അത് നേരിട്ട് വിദ്യാർത്ഥികളുടെ ജീവിതത്തെയും ഭാവിയെയും ബാധിക്കുന്ന അനീതിയാണ്. NTA നിയോഗിച്ച സമിതി തന്നെയാണ് ചോദ്യപേപ്പറുകളിലെ വീഴ്ച കണ്ടെത്തിയത്. NTA വീഴ്ചകൾ ആരാണ് ഉത്തരവാദി? ഓരോ തവണയും പരീക്ഷ റദ്ദാക്കുകയും പുനഃപരീക്ഷ നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം അവസാനിക്കുമോ ഉത്തരവാദിത്വം? NTA ഘടനയും പ്രവർത്തന രീതിയും സംബന്ധിച്ചും ഗൗരവമായ പുനഃപരിശോധന ആവശ്യമായ ഘട്ടമാണിത്. രാജ്യത്തെ വിവിധ പ്രവേശന പരീക്ഷകളുടെ ചുമതല ഒരൊറ്റ കേന്ദ്രീകൃത സ്ഥാപനത്തിലേക്ക് മാറ്റിയത് പരീക്ഷാ നടത്തിപ്പിലെ വൈവിധ്യവും സ്ഥാപനപരമായ അനുഭവ സമ്പത്തും കുറച്ചുവെന്ന വിമർശനം ശക്തമാണ്. വളരെ കുറച്ച് സ്ഥിരം ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിന് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷകളുടെ ചുമതല ഏൽപ്പിക്കുമ്പോൾ പിഴവുകൾക്കുള്ള സാധ്യത സ്വാഭാവികമായും വർദ്ധിക്കും. വിവിധ സ്ഥാപനങ്ങൾ വ്യത്യസ്ത പരീക്ഷകൾ നടത്തിയിരുന്ന മുൻകാല വികേന്ദ്രീകൃത സംവിധാനത്തിൽ ഓരോ സ്ഥാപനത്തിനും അതത് പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രത്യേക അറിവും അനുഭവവും വികസിപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു.
NTA വന്നതോടെ ആ വൈവിധ്യം ഇല്ലാതെയായി. NTA തന്നെ പിരിച്ചുവിടാൻ സമയമായിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകൾ നടത്താൻ ഉയർന്ന സാങ്കേതിക ശേഷിയും അക്കാദമിക് വിദഗ്ധതയും സത്യസന്ധതയുമുള്ള മറ്റൊരു സ്ഥിരം സംവിധാനം തന്നെ ആവശ്യമാണ്. പുതിയ സംവിധാനം സർക്കാരിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ അക്കാദമിക് രംഗത്തെ വിദഗ്ധരെയും സാങ്കേതിക വിദഗ്ധരെയും ഭരണപരിചയമുള്ള ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി രൂപവൽക്കരിക്കണം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ ഫലം പ്രസിദ്ധീകരിക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിനും വ്യക്തമായ ഉത്തരവാദിത്വവും കർശനമായ സുരക്ഷാ സംവിധാനവും വേണം. സ്വകാര്യ ഔട്ട്സോഴ്സിംഗ് ഏജൻസികളെയും കരാറുകാരെയും രഹസ്യ പരീക്ഷാ സംവിധാനത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കണം. പുതിയ സംവിധാനത്തിൽ സുതാര്യതയാണ് പ്രധാന തത്വമാകേണ്ടത്. പരീക്ഷാ കേന്ദ്രം മുതൽ ഫലം പ്രസിദ്ധീകരിക്കുന്നത് വരെ ഓരോ ഘട്ടവും പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ സമഗ്രമായ ഓഡിറ്റ് സംവിധാനം വേണം. NTA പിരിച്ചുവിടുന്നത് പരീക്ഷാ നടത്തിപ്പിന്റെ സംസ്കാരം തന്നെ മാറ്റുന്നതിനുള്ള തുടക്കമാകണം. പുതിയ സ്ഥാപനം രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നും സ്വകാര്യ താല്പര്യങ്ങളിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കണം. രാജ്യത്തെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷകൾ വിശ്വാസ്യതയുടെയും നീതിയുടെയും സുതാര്യതയുടെയും മാതൃകയാകണം. വിദ്യാർത്ഥികൾക്ക് ഇനി വേണ്ടത് വാഗ്ദാനങ്ങളല്ല, വിശ്വസിക്കാവുന്ന പരീക്ഷാ സംവിധാനമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.